ഫോക്കസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമെങ്കിലും അതിലേക്ക് എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഇങ്ങനെയാണ് പല ആളുകളും പറയാറുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോക്കസ് ലഭിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫോക്കസ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുക. ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ ചെയ്തു തുടങ്ങുക. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. എന്താണോ പ്രധാനപ്പെട്ട കാര്യം അത് ആദ്യം ചെയ്തു തുടങ്ങുക. അത് ആ ദിവസത്തിൻ്റെ ആദ്യത്തിൽ ചെയ്തു തുടങ്ങുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ കഴിയും. കാരണം മറ്റു ചിന്തകളിലേക്ക്, മറ്റു ഇടപാടുകളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ശാന്തമായിരിക്കും. നമ്മൾ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ചിന്തകൾ കടന്നു വരുന്നത് കുറവുമായിരിക്കും. എപ്പോഴും സംഭവിക്കുന്നത്, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചിന്തകൾ കടന്നു വരുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നു, നമ്മൾ ആദ്യം തുടങ്ങി വെച്ച കാര്യം നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ദിവസത്തിൻ്റെ ആദ്യത്തിൽ വലിയ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ചെയ്തു തുടങ്ങുക. ഇനി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചിന്തകൾ കടന്നു വരുന്നുവെങ്കിൽ, നിങ്ങൾ മിസ്സായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ, നിങ്ങളൊരു പേപ്പർ എടുത്തുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരിക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അതല്ലാതെ നിങ്ങൾ ഇതിൽ നിന്ന് അതിലേക്ക് ചാടി, പിന്നെ അതിൽ നിന്ന് ഇതിലേക്ക് ചാടി, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് അരമണിക്കൂർ വേണമെങ്കിൽ, നിങ്ങൾ ഈ ചാട്ടത്തിലാണെങ്കിൽ അതിന് 2 മണിക്കൂർ പോലും മതിയാവാത്ത അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ തുടർച്ചയായിട്ടൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ മാറ്റിക്കൊണ്ടിരിക്കുക. ആ എൻവിറോൺമെൻറ്റിനെ, സിറ്റുവേഷൻ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഓഫീസിലിരുന്ന് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചായ എടുത്ത് കുടിക്കുക. അപ്പോൾ ആ ഒരു എൻവിറോൺമെൻറ്റ് മാറുകയാണ്, ഒരു ചേഞ്ച് വരികയാണ്. അതല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങൾ മാറി പിന്നെ നിങ്ങളുടെ ക്ലയൻറ്റൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് കുറച്ച് സമയം വർക്ക് ചെയ്യുക. നിങ്ങൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിർത്തുക, അല്ലെങ്കിൽ വേറൊരു പാട്ട് വെക്കുക. ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ചെറിയ തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. TV, മറ്റു ആശയവിനിമയ, അതായത് വാർത്താവിനിമയ സംവിധാനങ്ങളുമായിട്ടൊക്കെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളിരിക്കുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി കുറച്ച് സമയം നിങ്ങളുടെ സിറ്റ് ഔട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മുറ്റത്തൊരു ചെയർ ഇട്ടിരുന്നു കൊണ്ടോ അങ്ങനെ വർക്ക് ചെയ്യാം. കാരണം ഫോക്കസ് എന്ന് പറയുന്നതിന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനവുമാണ്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. എന്താണ് മൂന്നാമത്തെ കാര്യം? മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ്. ഈ ലോകവുമായി ഡിസ്കണക്ട് ചെയ്യുക. അതായത് എല്ലാ വിനിമയ സംവിധാനങ്ങളും ഓഫ് ചെയ്യുക. ഇപ്പോൾ മൊബൈൽ ഓഫ് ചെയ്യുക, TV ഓഫ് ചെയ്യുക, പത്രങ്ങളൊക്കെ മുമ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് മാറ്റി വെക്കുക. അതായത് അത്തരം ഒരു കാര്യങ്ങളും നമ്മുടെ പെട്ടെന്നുള്ള ദൃഷ്ടിയിൽ വരാത്ത തരത്തിലേക്ക് അതിനെ മാറ്റി വെക്കണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചു, TV ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു, ഒരു പത്രം കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണൊന്ന് പത്രത്തിലേക്ക് പോകുന്നതും ഏതെങ്കിലും ഒരു വാർത്തയോ ചിത്രമോ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും.
പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസും ഫീലിങ്ങുമെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാറ്റപ്പെടും. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കാര്യം ചെയ്യുന്നതിലല്ല നമുക്ക് കൂടുതൽ സമയം പോകുന്നത്, ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇതും വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യമാണ് പുറം ലോകവുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു നിശ്ചിത സമയം കണക്കാക്കിക്കൊണ്ട് ഒരു ഇടവേള എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നടന്ന് വീണ്ടും അവിടെ വന്നിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില എക്സസൈസുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്ത് തീർക്കേണ്ട എക്സസൈസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും എക്സസൈസ് ചെയ്യാനും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മുടെ എല്ലാ തിരക്കുകളും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണമാവും, പിന്നെ എക്സസൈസ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇടവേള വേണമെന്ന് തോന്നുമെങ്കിൽ അത്തരം എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില തിരിച്ചു വരികയും വളരെ ഊർജ്ജത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ കുറച്ച് സമയം മാറി നിൽക്കുക. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്ന ഒരു കാര്യത്തിൽ കുറച്ച് സമയം എൻഗേജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. അപ്പോൾ തുടർച്ചയായി ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നതും ഈ ഫോക്കസിനെ കൂട്ടാൻ നമ്മളെ സഹായിക്കും. ഒരു കാര്യം തന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലെവൽ താഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇടവേളകൾ എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. എനിക്കുറപ്പാണ് നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇടപെടുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങളെ പൂർത്തിയാക്കാൻ കഴിയും. വളരെ ക്വാളിറ്റിയുള്ള റിസൾട്ട് ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഊർജ്ജനിലയെ എനർജറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നല്ല ഫോക്കസുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വലിയ വലിയ ടാസ്കുകളെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്മൈൽ വിഷസ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാർ. താങ്ക് യു.